നമ്മുടെ കോൺഗ്രസ്സിന് 140 വയസ്സാകുകയാണ്. ഇപ്പം 139 വയസ്സ് തികയാൻ പോകുന്നു. ഒരു വർഷം നീളുന്ന ആഘോഷങ്ങളാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ 140-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന കോൺഗ്രസ് ഇന്ന് രാജ്യത്ത് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. സംഘടനാപരമായ ദൗർബല്യം, അധികാരമില്ലാത്ത അവസ്ഥ, മിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വട്ടപൂജ്യമാണ് എന്ന് തന്നെ പറയാം. എന്താണ് ഈ ഒരു കാലത്ത് രാജ്യം മുഴുവനും വ്യാപിച്ചു നിന്ന ഈ സംഘടനയ്ക്ക്, ഈ പാർട്ടിക്ക് ഇന്ന് ഈ നാശമുണ്ടാകാനുള്ള കാരണം എന്താണ്? ഈ 139-ാം വയസ്സ്, 140 വയസ്സ് അവർ തികയ്ക്കുമോ? ഒരു 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 അങ്ങനെ ഒരു പ്രശ്നം കോൺഗ്രസ് നേരിടുന്നില്ലേ? എന്താണ് അതിന് കാരണം? പ്രശാന്ത്, കോൺഗ്രസ് സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885 ഡിസംബർ 28-ാം തീയതി കോൺഗ്രസ് രൂപീകരിക്കുന്നത് പ്രമുഖ സ്ഥാനം വഹിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാം. എ.ഒ. ഹ്യൂം, സുരേന്ദ്രനാഥ ബാനർജി, ഉമേഷ് ചന്ദ്ര ബാനർജി, പിന്നെ അതുപോലെ തന്നെ ഫിറോസ് ഷാ മേത്ത, ദീൻ ഷാ വാച്ച, അതുപോലെ മഹാദേവ ഗോവിന്ദ റാനഡെ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പേര് ചേർന്നിട്ടാണ്. ദൗർഭാഗ്യവശാൽ ഈ പേര് പറഞ്ഞാൽ ഇന്ന് എത്ര കോൺഗ്രസ്സുകാർക്ക് ഈ പേര് അറിയാം? എനിക്ക് തോന്നുന്നു നമ്മുടെ വി.ഡി. സതീശനോട് ചോദിച്ചാൽ, ഈ സർ ദീൻ ഷാ വാച്ച ആരാണെന്ന് ചോദിച്ചാൽ പുള്ളി പറയുമോ, നമുക്കൊരു യഥാർത്ഥത്തിൽ ഒരു ക്വിസ് മത്സരം നടത്തേണ്ടതാണ്. കെ സുധാകരനെയും പിന്നെ വി.ഡി. സതീശനെയൊക്കെ വിളിച്ചിട്ട് ഈ കുറച്ച് പേര് കൊടുക്കുക, ഇവരാരാന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട് ഇവരുടെയൊക്കെ പേര് പറയുമോ എന്നുള്ളത്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു സംഘടനയായിരുന്നു. അപ്പൊ കോൺഗ്രസിന്റെ ചിഹ്നങ്ങളായിരുന്നു ഭാരത് മാതാ കി ജയ് എന്ന് ബി.ജെ.പിക്കാർ വിളിക്കുന്നു. ഇത് സ്വാതന്ത്ര്യ സമരത്തിൽ കാലഘട്ടത്തിൽ ദശലക്ഷക്കണക്കിന് പ്രവർത്തകരെ, ഭാരതീയരെ രോമാഞ്ചം കൊള്ളിച്ച ഒരു മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യമാണ് ബ്രിട്ടീഷുകാരിൽ നിന്നും ഭാരതമാതാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് മുഴക്കിയ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം എങ്ങനെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ബി.ജെ.പിയുടെ കയ്യിൽ വന്നു? കോൺഗ്രസ് അത് വേണ്ടെന്ന് വെച്ചു. മനസ്സിലായോ? കാരണം ആ മുദ്രാവാക്യം ഇവിടെ പ്രീണനമാണോ എന്ന് അവരുടെ പ്രീണന നയത്തിന്റെ ഭാഗമായിട്ട് ആ മുദ്രാവാക്യം ചിലരുടെ സെൻസിബിലിറ്റീസിനെ നോവിക്കുമോ എന്ന് ഭയന്നിട്ട് കോൺഗ്രസ് അത് വേണ്ടെന്ന് വെച്ചു. മനസ്സിലായോ? അതായത് കിരൺ ചന്ദ്ര ബന്ദോപാധ്യായയുടെ ഒരു നാടകത്തിൽ, കിരൺ ചന്ദ്ര ബന്ദോപാധ്യായയുടെ നാടകത്തിൽ ഉള്ള ഒരു മുദ്രാവാക്യമായിരുന്നു ഈ ഭാരത് മാതാ കി ജയ്. ഭാരത മാതാവിനെ മോചിപ്പിക്കാനായിട്ട് മക്കള് വിളിക്കുന്ന മുദ്രാവാക്യമാണത്. ആ ഭാരത മാതാവ് എന്ന് പറയുന്ന ഒരു പടം, അമ്മയെ രക്ഷിക്കാൻ പടം തന്നെ വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. ഇതെല്ലാം കോൺഗ്രസ് കളഞ്ഞു ഇവരെയൊക്കെ. അതുപോലെ തന്നെ മറ്റൊരു കോൺഗ്രസിന്റെ എല്ലാ സമ്മേളനങ്ങളും തുടങ്ങുന്നത് വന്ദേ മാതരം പാടിക്കൊണ്ടും അവസാനിക്കുന്നത് പിന്നെ ജനഗണമനയോടുകൂടിയാണ്. ആ വന്ദേ മാതരവും കോൺഗ്രസ് കളഞ്ഞു, ബി.ജെ.പിയുടെ കയ്യിലെത്തി. അങ്ങനെ ആയുധങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് അത് മറ്റുള്ളവർ പെറുക്കിക്കൊണ്ടു പോയതിനു ശേഷം അതാണ് കോൺഗ്രസിന് ഇന്നത്തെ അവസ്ഥ. പ്രശാന്ത് എന്തോ ചോദിക്കാൻ വന്നു, പക്ഷെ നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മൊത്തം മറുപടി പറഞ്ഞില്ലായിരുന്നു. ചോദിക്കാൻ വന്നത്, ഈ വന്ദേ മാതരവും കോൺഗ്രസ് ഇതുപോലെ കളഞ്ഞതല്ലേ? അത് കോൺഗ്രസിനുണ്ടാക്കിയ അപജയം, കോൺഗ്രസിനുണ്ടാക്കിയ എന്താ പറയുക, മുറിവ് വളരെ വലുതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? അത് തീർച്ചയായിട്ടും അതെ. വന്ദേ മാതരം എന്ന് പറയുന്നത് പിന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിലെ ഉള്ള ഒരു ഗാനമാണ്. അത് ഞാൻ പറഞ്ഞ പോലെ എല്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളും തുടങ്ങിയിരുന്ന വന്ദേ മാതരം പാടിക്കൊണ്ടത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു ചെറിയ സംഭവമുണ്ട്, സാന്ദർഭികവശാൽ അത് പറയാം. കോൺഗ്രസിന്റെ എ.കെ. ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഒരു ക്യാമ്പ്, സേവാദളിന്റെ ഒരു ക്യാമ്പ് നടന്നു. എ.കെ. ആന്റണി, വി.എം. സുധീരനും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ പ്രമുഖ നേതാക്കന്മാരും ആ ഉദ്ഘാടന ചടങ്ങിലുണ്ടായിരുന്നു. അന്ന് ഹിന്ദുവിന്റെ ലേഖനം എന്നുള്ള നിലയിൽ ഞാൻ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ പോയി. ഒരു ഞായറാഴ്ചയായിരുന്നു ഈ ക്യാമ്പ് നടന്നത്. അപ്പൊ ക്യാമ്പില് വന്ദേ മാതരം പാടിക്കൊണ്ടാണ്. അപ്പൊ എന്റെ കൂടെ വന്ന ചില പത്രക്കാർ ചോദിച്ചു, ഇതെന്താ ബി.ജെ.പിയുടെ പിന്നെ വന്ദേ മാതരം എന്തിനാ കോൺഗ്രസിന്റെ മീറ്റിംഗിൽ പാടുന്നതെന്ന്. ഇത് ചില കോൺഗ്രസ്സുകാർക്ക് പോലും അറിയാൻ വയ്യ. അവിടുത്തെ പല പത്രക്കാരും വിചാരിച്ചിരിക്കുന്നത് ഇത് ഏതാണ്ട് ബി.ജെ.പിയുടെ ഒരു ഗാനമാണ്, ബി.ജെ.പി മാത്രം ഉപയോഗിക്കുന്നതാണെന്ന്. ഇത് ഈ ചരിത്ര അവബോധത്തിന്റെ അഭാവം,
അല്ലെങ്കിൽ ചരിത്രത്തിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന മറ്റെന്തോ ഇത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് വേണ്ടെന്ന് വെച്ചതെന്നറിയാവോ? അതായത് ആ ചില മുസ്ലിം മത മൗലികവാദ സംഘടനകള് ഈ ആ അമ്മ എന്നുള്ള രീതിയിൽ വന്ദിക്കുക എന്നുള്ളതിനെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതായി. ഉടനെ അവരുടെ മൃദുല വികാരങ്ങൾ വ്രണപ്പെടണ്ടെന്ന് കരുതിയിട്ട് കോൺഗ്രസ് അങ്ങ് ഉപേക്ഷിച്ചു. ഇങ്ങനെ ഓ സ്വന്തം ആയുധങ്ങളെല്ലാം കളയുന്ന ഒരു പ്രസ്ഥാനം, ആ ആ പ്രസ്ഥാനം ഇനി എങ്ങനെ മുന്നോട്ട് വരുമെന്ന് ആ പ്രസ്ഥാനം തന്നെ തീരുമാനിക്കട്ടെ. ഇപ്പം അതെ അതുകൊണ്ടാണല്ലോ ഈയിടെയായിട്ട് ചില പിന്നെ ആരോപണങ്ങളൊക്കെ വരുന്നത്. അതായത് ഓ പിന്നെ ജോർജ് സോറോസിനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആരോപണം അല്ലേ? അതെ അതെ ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. ഇപ്പോൾ ചോദിച്ചോളൂ. ഇങ്ങനെയെല്ലാം ഒരു കാലത്ത് ദേശീയ ചിഹ്നങ്ങളും ദേശീയ വാക്യങ്ങളും ദേശീയ ഗാനങ്ങളും ഒക്കെ പാടി എന്താ പറയേണ്ടത്, ജനങ്ങളെ ആവേശഭരിതരാക്കി അവരുടെ ആത്മാഭിമാനം, രാജ്യസ്നേഹം തൊട്ടുണർത്തിയ കോൺഗ്രസ് ഇന്ന് ജോർജ് സോറസിൻ്റെയും അതുപോലെ ഡീപ്പ് സ്റ്റേറ്റിൻ്റെയും അതുപോലെ ചൈനീസ് ബന്ധത്തിൻ്റെയും ഒക്കെ പേരിൽ നേരിടുന്ന ആരോപണങ്ങൾ വളരെ വലുതാണ്. കേൾക്കുന്ന ആക്ഷേപങ്ങൾ വളരെ രൂക്ഷമായ ആക്ഷേപങ്ങളാണ് കോൺഗ്രസ് കേൾക്കുന്നത്. അവർക്ക് ഒരു സ്റ്റേറ്റിലും, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും അവർക്ക് വേണ്ട വിധത്തിൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല. വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നത് പോട്ടെ, ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഈ അപജയത്തിന് കാരണം കോൺഗ്രസിൻ്റെ ഈ പുതുതലമുറ നേതാക്കൾ തന്നെയല്ലേ? കഴിഞ്ഞ ഒരു 20-30 വർഷത്തെ അവരുടെ ഈ തെറ്റായ രാഷ്ട്രീയ ആഖ്യാനങ്ങൾ അത് തന്നെയല്ലേ കോൺഗ്രസിനെ നശിപ്പിച്ചത്? അത് ഈ പുതുതലമുറയെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പഴയ കാലത്തും കോൺഗ്രസിലെ ഈ പ്രീണന രാഷ്ട്രീയം ഉപയോഗിക്കാം എന്നൊരു തെറ്റിദ്ധാരണ കോൺഗ്രസിൽ ചില വിഭാഗങ്ങൾക്കുണ്ടായിരുന്നു. അതിന്റെ ഒരു തുടർച്ചയാണിത്. അതിന്റെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആ 1921 ഖീലാഫത്ത് പ്രസ്ഥാനം എന്ന് പറഞ്ഞ് ആ ഖീലാഫത്ത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ, അതായത് പിന്നെ തുർക്കി തുർക്കിയിലെ സുൽത്താനെ ആ അവിടുന്ന് സ്ഥാനഭ്രഷ്ടനാക്കി, ഖലീഫയെ. അതെ അപ്പോ ഇന്ത്യയിലെ കോൺഗ്രസ് ആ തുർക്കി സുൽത്താനെ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ഇവിടെ പ്രക്ഷോഭം തുടങ്ങുന്ന മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഓ യഥാർത്ഥത്തിൽ തുർക്കിയിലെ മുസ്ലിങ്ങൾക്ക് അയാളെ വേണ്ടായിരുന്നു. അതെ തുർക്കിയിലെ ഖലീഫയെ പുറത്താക്കിക്കൊണ്ട് അത്താ തുർക്ക്, അത്ത എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നാണ് തുർക്കി ഭാഷയിലെ അർത്ഥം. ആ അത്താ തുർക്കായ മുസ്തഫ കമാൽ പാഷയുടെ നേതൃത്വത്തിൽ അവിടെ വിപ്ലവം നടന്നു. അവർ ഓ ഖലീഫയെ പുറത്തു കളഞ്ഞു. എന്നിട്ട് ആ ഖലീഫയ്ക്ക് വേണ്ടി ഇവിടെ ബഹളം നടന്നു. അവസാനം നമ്മൾ ഇളിഭ്യരായി. കാരണം തുർക്കിക്കാർക്ക് വേണ്ടാത്ത ഖലീഫയെ ഇന്ത്യയിൽ കോൺഗ്രസിന് വേണം. അതെ അന്ന് തുടങ്ങിയതാണ് ഈ പ്രീണനത്തിന്റെ കുഴപ്പം. പിന്നീട് ഞാൻ അതിന്റെ വളരെ പ്രീണനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. 1928 ഇതുപോലെ പ്രീണനത്തിന് ശ്രമിച്ചു. അത് അതെ പിന്നെ സൈമൺ കമ്മീഷൻ വരുമ്പോൾ ആ പ്രീണനം അതങ്ങനെ പരാജയപ്പെട്ടു. പിന്നീട് 1938 ആ പ്രൊവിൻഷ്യൽ ഗവൺമെന്റിലേക്ക് ഒരു ഇലക്ഷൻ നടന്നു. അതായത് വിവിധ പ്രോവിൻസുകൾ, ബംഗാൾ പ്രോവിൻസ്, പഞ്ചാബ് പ്രോവിൻസ്, ഞാൻ ഈ പറഞ്ഞ പിന്നെ ഖൈബർ പക്തൂൺവ എന്ന് പറഞ്ഞ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്, ഇവിടെയൊക്കെ മദ്രാസ് പ്രോവിൻസും എല്ലാം ഇലക്ഷൻ നടന്നു. ആ അതെ ഇലക്ഷൻ നടന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെറും 50 മുസ്ലിം, എനിക്ക് തോന്നുന്നു 60-ൽ താഴെ മുസ്ലിം സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ് നിർത്തിയത് പോലും. ആ അതിൽ തന്നെ പകുതി പേരെ കണ്ടേ ജയിച്ചുള്ളൂ. ഓ മനസ്സിലായോ? അതായത് മൊത്തം കോൺഗ്രസ് പിന്നെ സ്ഥാനാർത്ഥികളായിട്ട് നിന്ന മുസ്ലിങ്ങളെല്ലാം പരാജയപ്പെട്ടു. ഓ അതേസമയം പിന്നെ മുസ്ലിം പാർട്ടികൾ, വിവിധ മുസ്ലിം ലീഗ് മാത്രമല്ല, വേറെ ആ ഒരുപാട് പാർട്ടികളുണ്ടായിരുന്നു. ഓ അവരൊക്കെ തന്നെ അവരുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു. അപ്പൊ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് കടന്നു കയറാൻ കോൺഗ്രസ് നടത്തിയ എല്ലാ ശ്രമങ്ങളും കാലാകാലങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ അത് ഇന്നോ ഇന്നലെയോ അല്ല. അത് തന്നെ ആയിരുന്നു രാജീവ് ഗാന്ധി ഷാബാനു കേസിലെ പിന്നെ ആ സുപ്രീം കോടതി വിധി മാറ്റിമറിക്കാനായിട്ട് നിയമനിർമ്മാണം നടത്തിയത്. അതെ അവിടെ എന്നിട്ടും മുസ്ലിങ്ങളുടെ വോട്ട് പോയില്ലേ? അപ്പൊ അതെ വീണ്ടും അത് നോക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ പാളിപ്പോയ ഈ തന്ത്രം ഉണ്ടല്ലോ, ആ പിന്നെ ഈ മൂർച്ച നഷ്ടപ്പെട്ട ഈ ആയുധം എടുത്ത് വെട്ടാനായിട്ട് പാവം രാഹുൽ ഗാന്ധി ശ്രമിക്കും. പിന്നെ സോറോസിന്റെ കാര്യം പറഞ്ഞ ഇദ്ദേഹം അമേരിക്കയിൽ പോയിട്ട് പിന്നെ സ്റ്റാൻഫോർഡിലും പിന്നെ അതുപോലെ തന്നെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പോയിട്ട് അവിടുത്തെ ചില ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്ന തന്ത്രങ്ങളാണ് അമേരിക്കയിൽ ഈ പറയുന്ന വോക്കിസം എന്ന് പറയും. അതായത് സമൂഹത്തിലെ ചില പ്രവണതകൾ, ഐഡന്റിറ്റി പൊളിറ്റിക്സ് പോലെ, അവിടെ എന്ന് വെച്ചാൽ കറുത്തവന്റെ പൊളിറ്റിക്സ്, ആ അതൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജയിക്കും എന്ന് അവിടെ ഡെമോക്രാറ്റുകളെ അവര് കയ്യിലെടുത്തു. അപ്പൊ ആ ഈ പിന്നെ ആ ആധുനിക ലെഫ്റ്റിസ്റ്റുകൾ അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു. ഈ ആ ഇടതെന്ന് പറഞ്ഞ് ഇന്ന് നിന്നാൽ ലോകത്തെങ്ങും ജയിക്കത്തില്ല. അവര് പുതിയ ഒരു മുഖംമൂടി ഇട്ട് വന്നിരിക്കുകയാണ്. ആ അത് ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല. രാഹുൽ ഗാന്ധി ഇത്തരക്കാരുടെ അടുത്ത് പോയി എന്തിനാണ് അദ്ദേഹം അവരുടെ കാല് നക്കുന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. കോൺഗ്രസിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ദേശീയതയാണ്. അതെ ദേശീയതയും കോൺഗ്രസ് ഇന്ത്യയിൽ വേറുള്ള ഒരു പാർട്ടിയാണ്. അതിന് ഈ തീർച്ചയായും അമേരിക്കയിലെ പഴകി പൊളിഞ്ഞ അമേരിക്കക്കാർക്ക് പോലും ഇന്ന് വേണ്ടാത്ത പിന്നെ ഇന്റർസെക്ഷണലിസം, വോക്കിസം എന്നൊക്കെ പറയുന്ന
വെസ്റ്റേൺ ഐഡിയാസ് ഇദ്ദേഹത്തിന്റെ തലയിൽ കുത്തിവെക്കുകയും എനിക്ക് തോന്നുന്ന കോൺഗ്രസിലേക്ക് ആരൊക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറി കഴിഞ്ഞിരിക്കുന്നു. ആ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇൻഫിൽട്രേറ്റ് ചെയ്ത ആൾ നുഴഞ്ഞു കയറിയൊക്കെ ഇന്ന് ഇവിടെ CPM-ൽ ചിലർ നുഴഞ്ഞു കയറുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ. ഇത് മാറ്റാതെ കോൺഗ്രസിൽ തിരിച്ചു വരവില്ല. ഈ 140ാമത്തെ ജന്മദിനം ആഘോഷിക്കാൻ പോകുന്ന കോൺഗ്രസിൽ അർത്ഥവത്തായ ചർച്ചകളും അതുപോലെ ദേശീയതയിലേക്കുള്ള ഒരു തിരിച്ചുപോക്കും കോൺഗ്രസിന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയല്ലാതെ നമ്മളെ പോലുള്ളവർക്ക് എന്ത് ചെയ്യാനാണ്? അതില്ലെങ്കിൽ ഈ പാർട്ടി തലകുത്തി നിന്നാലും ഇനി തിരിച്ചു വരില്ല. ഉള്ള ആൾക്കാർ മറ്റു പാർട്ടികൾ ചേക്കേറും. ഇതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ചേട്ടാ, ഈ എന്ത് ഒരു തോന്നുന്നു? കാര്യം കൂടി, ഈ കോൺഗ്രസിന്റെ ഈ വീഴ്ച സമർത്ഥമായിട്ട് മുതലെടുക്കുകയല്ലേ BJP ചെയ്തിരിക്കുന്നത്. BJP വളരെ കൃത്യമായിട്ട് ഒരു വാസ്തവം പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ മറ്റൊരു പതിപ്പ് തന്നെയല്ലേ ഇന്നത്തെ BJP. അവർ വളരെ സമർത്ഥമായിട്ട് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആ ദേശീയത, കോൺഗ്രസിൻ്റെ രാജ്യസ്നേഹം, ആ പഴയ കാലത്തെ കോൺഗ്രസിൻ്റെ തുടക്കകാലത്തുണ്ടായിരുന്ന ഒരു പ്രൗഢിയെ BJP കൃത്യമായിട്ട് ഹൈജാക്ക് ചെയ്തു. എന്നാൽ അവരുടെ ഈ പ്രീണന നയം BJP ഒഴിവാക്കുകയും ചെയ്തു. ഇതല്ലേ സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്? അതല്ലേ BJPയുടെയും വിജയത്തിന് കാരണം? തീർച്ചയായിട്ടും. അതായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, മഹാത്മാഗാന്ധി തൊട്ട് തുടങ്ങാം. മഹാത്മാഗാന്ധിയുടെ മുദ്രാവാക്യമായിരുന്നു ഗോസംരക്ഷണം എന്ന് പറയുന്നത്. അതിന്ന് BJP ആണല്ലോ ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മഹാത്മാഗാന്ധി എല്ലാ ദിവസവും വൈകിട്ട്, പലർക്കും അറിയാൻ വയ്യ, അദ്ദേഹം ഭഗവത്ഗീതയുടെ 4 വരി എടുത്തിട്ട് അദ്ദേഹം വ്യാഖ്യാനിക്കും. പ്രാർത്ഥനാ യോഗങ്ങൾ, കോൺഗ്രസിന്റെ ഗാന്ധിജിയുടെ എല്ലാ യാത്രകളിലും അദ്ദേഹം വൈകിട്ട് ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പരിപാവനമായ സ്ഥലത്തിരുന്നിട്ട് ഗീത വ്യാഖ്യാനിക്കുമായിരുന്നു. അങ്ങനെയാണ് അനാസക്തി യോഗം എന്നാണ് ആ ഗീതാ വ്യാഖ്യാനത്തിനുള്ള പേര് വന്നിരിക്കുന്നത്. എന്താ അദ്ദേഹം സ്വപ്നം കണ്ടിരുന്ന രാമരാജ്യമല്ലേ? പിന്നെ ഞാൻ അടുത്തത് സർദാർ വല്ലഭായ് പട്ടേല്, അല്ലെങ്കിൽ ഡോക്ടർ KM മുൻഷി, C രാജഗോപാലാചാരി, ഇങ്ങനെയൊക്കെയുള്ള മഹാന്മാരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ പൈതൃകം പോലും കോൺഗ്രസ് ഇന്ന് വേണ്ടെന്ന് വെച്ചു. ആ വേണ്ടെന്ന് വെച്ച ഭാരത് മാതാ കീ ജയും വന്ദേ മാതരവും അതുപോലെ ഈ നേതാക്കന്മാരുടെ പാരമ്പര്യവും ഒക്കെ BJP ഏറ്റെടുത്തു. അത് തന്നെയാണ് BJPയുടെ വിജയമെന്ന് ഞാൻ കരുതുന്നത്. ഒരു സംശയം വേണ്ട അതിനകത്ത്. എന്തായാലും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം വളരെ സമർത്ഥമായിട്ട് BJP അടിച്ചുമാറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ കാരണം ആദ്യകാലത്ത് RSSന്റെ സ്ഥാപകൻ, നമ്മുടെ ആദ്യത്തെ സർസംഘചാലക് ഡോക്ടർ ഹെഡ്ഗേവാർ, അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. കോൺഗ്രസ് നേതാക്കളുമായിട്ട് വലിയ അടുപ്പമുള്ള ആളായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ അത്തരം മൂല്യങ്ങൾ ഒരു ദേശീയവാദിയായ, ദേശീയ സംഘടനയായ RSSനെ, ദേശീയവാദിയായ അതിൻ്റെ സ്ഥാപകൻ ഡോക്ടർ ഹെഡ്ഗേവാറിനെയും സ്വാധീനിച്ചിരിക്കും. അത് തീർച്ചയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ അതിനകത്ത് നടന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ കോൺഗ്രസിൻ്റെ ആ പഴയ ആശയങ്ങൾ മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് BJP വളരെ മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയം ഒരു വഴിത്തിരിവിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇനി കോൺഗ്രസിനൊരു മടങ്ങിപ്പോക്കുണ്ടാകുമോ നമുക്കറിയില്ല. കാത്തിരുന്ന് കാണുകയേ നിവർത്തിയുള്ളൂ.